ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹോദരങ്ങളെ, നമ്മൾ കർത്താവിൻ്റെ തിരുവചനം കേൾക്കാൻ വേണ്ടി ഹൃദയപൂർവ്വം ആഗ്രഹിച്ച് ദൈവതിരുസന്നിധിയിൽ ഇരിക്കുകയാണ്. ഈ വചന ശ്രവണ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം നമുക്കുണ്ടാവും. കാരണം പരിശുദ്ധ അമ്മയാണല്ലോ വചനത്തെ മാംസമായി നമ്മുടെ ഇടയിൽ കൊണ്ടുവന്നത്. നമുക്ക് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനം ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കുവാൻ തക്ക വിധം, ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ തക്ക വിധം സ്വർഗീയ കൃപകൾ ഞങ്ങളുടെ മേൽ വർഷിക്കപ്പെടട്ടെ. പരിശുദ്ധ അമ്മേ, വിശുദ്ധരെ, മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സഹോദരങ്ങളെ, നമുക്ക് ഈശോയുടെ സന്നിധിയിൽ ഇന്ന് ഈ വചനം ധ്യാനിക്കുമ്പോൾ ഈശോ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് അല്പസമയം ധ്യാനിക്കാമെന്നാണ് വിചാരിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായം, അവിടെ 16 മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ സ്വന്തം ദേശത്ത് വരുന്നത് കാണുകയാണ്. അവിടെ വന്ന് ഈശോയ്ക്ക് ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകച്ചുരുൾ നൽകപ്പെട്ടു. ഈശോ അത് തുറന്ന് തന്നെക്കുറിച്ച് തന്നെ എഴുതപ്പെട്ടിരിക്കുന്ന ഭാഗം കണ്ടു. എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ദരിദ്രർക്ക് സുവിശേഷം കൊടുക്കുവാൻ, ബന്ധിതരെ മോചിപ്പിക്കുവാൻ, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുവാൻ എന്നൊക്കെ പറഞ്ഞ് ഈശോ അത് വായിക്കുകയാണ്. ഇത് വായിച്ചിട്ട് അവിടെ ഇരുന്നു കഴിഞ്ഞിട്ട് പറയുകയാണ്, ഇത് നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇതെല്ലാം പൂർത്തിയായിരിക്കുന്നു. അതായത് ഈശോയിൽ ഇതെല്ലാം നിറവേറിയെന്ന് പറയുകയാണ്. ആ നാട്ടുകാരനാണ് ഈശോ. അതായത് ആ ഒരു ഗലീലി പ്രദേശത്താണ് ഈശോ ജീവിക്കുന്നത്. നസ്രത്തിലാണ് ഈശോ കുഞ്ഞായിരിക്കും മുതൽ വളർന്നു വന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും സുപരിചിതനായ ഈശോ സിനഗോഗിൽ കയറി ഇങ്ങനെ ഒരു വചനഭാഗം വായിച്ചിട്ട്, ഇത് നിങ്ങൾ കേട്ടിരിക്കെ തന്നെ അത് നിറവേറിയിരിക്കുന്നു, അതായത് ഈശോയിൽ തന്നെ അത് നിറവേറിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മനോഭാവം എന്തായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അവർ പെട്ടെന്ന് പറയും, ഈശോ പറയുകയാണ്, നിങ്ങൾ പറയും നിങ്ങൾ തന്നെ ഇവിടെ സ്വന്തം നാട്ടിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും ഈ ഞങ്ങളുടെ നാട്ടിൽ തന്നെ പ്രവർത്തിക്കുക, അത് നിന്റെ തന്നെ നാടല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിൽ വിചാരം കാണുമായിരിക്കും. പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണ്. അപ്പോൾ ഈശോ നോക്കിക്കേ, ഈശോ അവരുടെ മനസ്സിൻ്റെ വിചാരങ്ങളെ മനസ്സിലാക്കിയിട്ട് ഈശോ ഒരു കാര്യം പറയുകയാണ്. 2 ഉദാഹരണങ്ങൾ ഈശോ പറയുകയാണ്. ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ വിലമതിക്കപ്പെടുന്നില്ല എന്നിട്ട് പറയുകയാണ്. 25-ാമത്തെ തിരുവചനം, അതായത് വിശുദ്ധ ലൂക്ക 4:25 പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായി ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ സീദോനിൽ സറപ്തായിലെ ഒരു വിധവയുടെ അടുത്തേക്കല്ലാതെ മറ്റാരുടെയും അടുത്തേക്ക് ഏലിയ അയക്കപ്പെട്ടില്ല. ഈശോ ഒരു കാര്യം പറയാണ്. ഏലിയ എന്ന പ്രവാചകൻ അത്ഭുതകരമായ ദൈവിക സംരക്ഷണം, അവിടെ വരൾച്ച ഉണ്ടാകുന്ന സമയത്ത് കർത്താവ് അവന് ഭക്ഷണം കൊടുക്കുകയാണ്. കാക്കയെ കൊണ്ട് അപ്പം കൊടുപ്പിച്ചു. അവിടെ പ്രത്യേകമായ ഒരു സ്ഥലത്ത് മാത്രം അരുവി ഉണ്ട് എന്ന് മനസ്സിലാക്കിച്ച് അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് നയിച്ച് അവിടെ ഭക്ഷണം കൊടുത്തു. അവിടുന്ന് അതെല്ലാം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു വിധവയുടെ അടുത്തേക്ക് കൊണ്ടുപോകുക. അതാണ് പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലം. അത് നമ്മൾ കാണുന്നത് രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൻ്റെ 17-ാമത്തെ അധ്യായം, അതിൻ്റെ 13 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. ഈ തിരുവചനങ്ങളിലാണ് നമ്മൾ ഈ സംഭവം കാണുക. അപ്പോൾ ഇവിടെ എന്താ ഈശോ പറയുന്നതെന്നറിയാമോ? ഈശോ പറയുകയാണ്, ഈ ഒരു സ്ത്രീക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ധാരാളം വിധവകൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സ്ത്രീക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്കാണ് പ്രവാചകൻ അയക്കപ്പെട്ടത്. അവിടെ എന്താ സംഭവിച്ചത്? അവിടെ ഈ പ്രവാചകൻ ചെന്നപ്പോൾ ഈ സ്ത്രീ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് വിറക് ചുള്ളി പിറക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുറച്ച് അപ്പം ചുട്ടു തരിക, എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ ഇവള് വേഗം പറയുകയാണ്, ഈ ഞങ്ങൾക്ക് തന്നെ ആകെപ്പാടൊരു ഇത്തിരി അരിമാവ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ ഗോതമ്പ് മാവാണ് ഉള്ളത്. ഈ മാവ് കലക്കി കഴിച്ചിട്ട് ഞാനും എൻ്റെ മക്കളും കൂടെ മരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ ആത്മഹത്യ എന്നല്ല അതിനർത്ഥം. മറിച്ച് ഇതും കൂടി ഉള്ളൂ, ഇത് കഴിഞ്ഞ് ഞങ്ങൾ ചത്തുപോകത്തേ ഉള്ളൂ, ഞങ്ങൾ ജീവിച്ചിരിക്കില്ല, ഞങ്ങൾ മരിക്കും. അത്രയും നിരാശപ്പെട്ട ഒരു സ്ത്രീയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഈ സ്ത്രീ പറയുകയാണ്, ഇതും കൂടെ കഴിഞ്ഞ് ഞങ്ങൾ മരിക്കാൻ വേണ്ടി തയ്യാറാകുകയാണ്, ഇതിനകത്തു നിന്ന് നീയും കൂടെ അപ്പം ചോദിച്ച് ഞാൻ എവിടെ നിന്ന് തരാനാ? ഇതാണ് ഈ സ്ത്രീയുടെ സംസാരത്തിൻ്റെ ഒരു ഉദ്ദേശം, അതിൻ്റെ ഒരു സാരാംശം. പ്രിയ സഹോദരങ്ങളെ, ഈ പ്രവാചകൻ പറയാണ്, ഓക്കെ, അതൊക്കെ നീ ചെയ്തോ, നീ അത് അപ്പം ചുട്ടിട്ട് നിനക്ക് ഇനി അത് തീർന്നു പോയാൽ നീ മരിക്കുവാണ്, മരിക്കേ. പക്ഷേ ഞാൻ പറയുന്ന ആദ്യം നീ ചെയ്തേ, നീ പോ, ഇത് കൊണ്ടുപോയി ഒരപ്പം ചൂട്,
അതിനകത്ത് നിന്ന് നീ ചെറിയൊരു കഷ്ണം അല്ലെങ്കിൽ ഒരു ചെറിയൊരു അപ്പം എനിക്ക് ചുട്ടുകൊണ്ടുപോവാ, ഞാനത് കഴിക്കട്ടെ, അതിനുശേഷം എന്താ സംഭവിക്കുന്നത് നോക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക. സഹോദരങ്ങളെ, ഈ സ്ത്രീക്ക് ഉള്ള കുഞ്ഞുങ്ങൾക്കും കൂടി കഴിക്കാൻ പോലും ഇല്ലാത്ത ആ മാവിൽ നിന്ന് ആ സ്ത്രീ ഈ പ്രവാചകൻ പറഞ്ഞ വാക്ക് കേട്ടുപോയി ഒരു ചെറിയ അപ്പമുണ്ടാക്കി പ്രവാചകൻ കൊടുത്തു. പ്രിയ സഹോദരങ്ങളെ, പ്രവാചകൻ അത് ഭക്ഷിച്ചു. തൽക്ഷണം എന്താ സംഭവിച്ചതെന്നറിയാമോ? അവളുടെ ആ മാവ് കുഴച്ച കലത്തിൽ മാവ് വർദ്ധിച്ചു വന്നു. ആ ക്ഷാമം തീരുന്നത് വരെ പിന്നെ അവൾക്ക് അപ്പത്തിനോ ഭക്ഷണത്തിനോ കുറവ് വന്നിട്ടില്ല. ഇതാണ് ഈശോ പറയുന്നത്. ഒത്തിരി വിധവകളുണ്ടായിരുന്നു, കുറേ പേര് പട്ടിണി കിടന്ന് മരിച്ചോ എന്ന് ആർക്കറിയാം. പക്ഷേ ഈ ഒരൊറ്റ വിധവയുടെ അടുത്തേക്കാണ് പ്രവാചകൻ അയക്കപ്പെട്ടത്. എന്തുകൊണ്ടായിരിക്കും ആ ഒറ്റ സ്ത്രീയെ, ആ ഒറ്റ വിധവയെ ദൈവം തിരഞ്ഞെടുത്തത്? അതുപോലെ തന്നെ രണ്ടാമത് ഈശോ വീണ്ടും പറയുകയാണ്, 27-ാമത്തെ, അതായത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനം. എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികളുണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയാക്കാരനായ നാമാനല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടില്ല. സിറിയാക്കാരനായ നാമാൻ എന്തൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താ ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത് സിറിയയിൽ ഒരു രാജാവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരു സർവാധിപനായിരുന്നു ഈ പറയുന്ന നാമാന് കുഷ്ഠം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഈ നാമാൻ്റെ വീട്ടിൽ ഒരു ഇസ്രായേൽക്കാരി സ്ത്രീ, ഒരു പെൺകുട്ടി വീട്ടുവേലൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവിടുന്ന് അടിമകളായി കൊണ്ടുപോയവരെ പലരുടെ വീട്ടുവേലയ്ക്ക് കൊടുത്ത് അങ്ങനെ നാമാൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ഇസ്രായേൽക്കാരി സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു യഹൂദ സ്ത്രീ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടി ഈ യജമാനൻ്റെ നാമാൻ്റെ കുഷ്ഠം കണ്ടിട്ട് പറയുകയാണ്, എൻ്റെ യജമാനൻ ഇസ്രായേലിലായിരുന്നെങ്കിൽ, ജീവിക്കുന്ന ദൈവമുള്ള സ്ഥലത്തായിരുന്നെങ്കിൽ എൻ്റെ യജമാനനെ എൻ്റെ ജീവിക്കുന്ന ദൈവം സുഖപ്പെടുത്തിയേനെയല്ലോ. ഇത് ഈ യജമാനത്തിയോട്, ഈ നാമാൻ്റെ ഭാര്യയോട് ഇവൾ പറഞ്ഞപ്പോൾ അത് നാമാൻ അറിഞ്ഞു. വേഗം രാജാവിൻ്റെ അടുത്ത് ചെന്നു. രാജാവ് ഈ നാമാന് ഒരു കത്ത് കൊടുത്ത് ഇസ്രായേലിലേക്ക് വിടുകയാണ്. അവിടെ യഹൂദരുടെ രാജാവിൻ്റെ അടുത്തേക്ക് വിടുകയാണ്. എന്നിട്ട് പറയുകയാണ്, അങ്ങ് ദയവായി ഇവൻ്റെ കാര്യത്തിൽ ഇടപെടണം, ഇവനെ സുഖപ്പെടുത്തണം. രാജാവിന് സൗഖ്യപ്പെടുത്താൻ അറിയത്തില്ലാത്തതുകൊണ്ട് രാജാവ് അസ്വസ്ഥതപ്പെട്ടു, വസ്ത്രം കീറി. പെട്ടെന്ന് ഈ വാർത്ത പ്രവാചകൻ്റെ അടുത്തെത്തിയപ്പോൾ പ്രവാചകൻ പറയാണ്, നീ അവനെ എൻ്റെ അടുത്തേക്ക് വിട്, ജീവിക്കുന്ന ദൈവത്തെ ഞാൻ അവന് പരിചയപ്പെടുത്തി കൊടുക്കാം. സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ കാണുന്നത് ഇവിടെ ചെന്നപ്പോൾ ഈ പ്രവാചകൻ പറയുകയാണ്, നീ പോയി ആ ജെറുസലേമിലെ അവിടുത്തെ നദിയിൽ നീ ഒന്ന് 7 പ്രാവശ്യം മുങ്ങിപ്പൊങ്ങുക, 7 പ്രാവശ്യം കുളിക്കുക. അത് കേട്ടപടി നാമാൻ അസ്വസ്ഥതയുണ്ടായി. നാമാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ നദിയില്ലായിട്ടാണോ, വെള്ളമില്ലായിട്ടാണോ, അവിടെ ശുദ്ധജലം ഒഴുകാത്തതുകൊണ്ടാണോ ഞാൻ ഇവിടെ വന്ന് ഈ ജോർദാനിൽ മുങ്ങുന്നത്? ജോർദാനിൽ മുങ്ങിപ്പൊങ്ങാൻ എനിക്ക് ഒരു ജസ്റ്റ് ഒരു കുളിക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്യണമായിരുന്നു. അദ്ദേഹം മനസ്സ് അസ്വസ്ഥതപ്പെടുകയാണ്. പക്ഷേ ശ്രദ്ധേയമായ കാര്യം, അവിടെ ഈ നാമാൻ്റെ ഭൃത്യൻ, വേറൊരു ഭൃത്യൻ, ആ ഭൃത്യൻ പറയുകയാണ്, യജമാനനെ, അങ്ങ് ഇവിടെ വരെ വന്നതല്ലേ, ഒരു പ്രവാചകനല്ലേ പറഞ്ഞത്, ആ പ്രവാചകൻ പറഞ്ഞതിന് പ്രകാരം ഒരു 7 പ്രാവശ്യം മുങ്ങിയാൽ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, സുഖപ്പെട്ടു, ഇല്ലെങ്കിലും നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഇത് കേട്ട് നാമാൻ്റെ മനസ്സ് മാറുകയാണ്. നാമാൻ വേഗം അവിടെ 7 പ്രാവശ്യം ആ ജോർദാനിൽ മുങ്ങി പൊങ്ങുകയും 7-ാമത്തെ പ്രാവശ്യം ഈ മനുഷ്യൻ സുഖം പ്രാപിക്കുകയും ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഈ നാമാൻ എന്തായിരുന്നു പ്രത്യേകത? മറ്റു കുഷ്ഠരോഗികൾക്ക് ഇല്ലാത്ത പ്രത്യേകത എന്തായിരുന്നു നാമാന്? ഈശോ ഈ 2 പേരെ എടുത്തിട്ട് പറയുകയാണ്, മറ്റാർക്കുമില്ലാത്ത എന്തോ പ്രത്യേകത ഈ 2 പേർക്കുണ്ടായിരുന്നു. എന്നിട്ട് ഈശോ അവിടെ പറയുകയാണ്, ഈ പ്രത്യേകത നിങ്ങൾക്കില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ഈ ഇടയിൽ എനിക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റില്ല. സഹോദരങ്ങളെ, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾക്ക് ഈ നാമാൻ്റെയും ഈ സെറാപ്തിലെ ആ ഒരു വിധവയുടെയും സ്വഭാവം നമുക്കുണ്ടാവണം. എന്താ ഈ സ്വഭാവം? നോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിധവയുടെ കാര്യത്തിൽ ആ പ്രവാചകൻ പറഞ്ഞു, പ്രവാചകനാണല്ലോ പറഞ്ഞത് എന്നുള്ള ഒരൊറ്റ ചിന്തയിൽ അവൾക്ക് ഒരു പക്ഷേ അതൊരു അബദ്ധമായി പോയെന്ന് കൂട്ടുക. അവൾ പോയി ആ അപ്പം ചുട്ടുകൊടുത്തത് പ്രവാചകൻ കൊടുത്തത് ഒരു അബദ്ധമായി പോയി. കാരണം എന്താ, ഒരപ്പം കുറഞ്ഞു, പിന്നെ ആ മക്കൾക്ക് പോലും കഴിക്കാനുണ്ടാകുകയില്ല. അതൊരു അബദ്ധമാണ് ആയിരിക്കാം എങ്കിൽ കൂടി അവളതങ്ങ് വിശ്വസിക്കുക. ഒരു പ്രവാചകൻ, ഒരു ദൈവസ്വരമാണ് ഞാൻ കേട്ടത്, എന്തും വരട്ടെ ഞാനത് ചെയ്യാം. ഇതാണ് ആ സ്ത്രീയുടെ, ആ വിധവയുടെ മനോഭാവം. അതൊരു തുറന്ന മനോഭാവമാണ്, ഒരു നിഷ്കളങ്ക മനോഭാവമാണ്.
അവിടെ എന്ത് ലാഭം എന്ന് ചിന്തിക്കാനോ ഇത് ബുദ്ധിയിൽ ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കാനോ ഒന്നുമല്ല അവിടെ സമയം. അവിടെ ആത്മാവാണ് ഉണരുന്നത്, ഉള്ളിലൊരു ഉണർവ് വരികയാണ്. ഈ ഉണർവോടുകൂടി ആ സ്ത്രീ പ്രവർത്തിക്കുകയാണ്. രണ്ടാമത്തെ കാര്യത്തിൽ നാമാനെ ഞാൻ ശ്രദ്ധിച്ചത് പ്രത്യേകിച്ച് 2 കാര്യങ്ങളിലാണ്. ഒന്ന്, അദ്ദേഹത്തിന് തന്നെ ഭൃത്യരോട് പോലുമുള്ള ഒരു മനസ്തുറവി. അതായത് ആദ്യം യഹൂദ സ്ത്രീയായ ആ പെൺകുട്ടി പറഞ്ഞത് ഇവൻ കേട്ടു. അതിനുശേഷം എന്താ, വീണ്ടും ഈ പ്രവാചകൻ്റെ അടുത്ത് വന്നു. പ്രവാചകൻ പറഞ്ഞ പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ വീണ്ടും ഒരു ഭൃത്യൻ പറഞ്ഞിട്ട് പറയുകയാണ്, അങ്ങൊന്നും പരിശ്രമിച്ചു നോക്ക്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ നിഷ്കളങ്കത, ലാളിത്യം ഒന്ന് നോക്കിക്കേ. എത്ര സിമ്പിളായിട്ടാണ് ആ മനുഷ്യൻ കാര്യങ്ങളെ സ്വീകരിക്കുന്നത്. അതിനകത്ത് അതിബുദ്ധി കാണിക്കുന്നില്ല. അതിനകത്ത് ആദ്യം ഒരു ഇത്തിരി അസ്വസ്ഥതയൊക്കെ അദ്ദേഹത്തിന് തോന്നിയെങ്കിലും അദ്ദേഹത്തിന് ഭൃത്യനാണെങ്കിലും പറയുന്നതിലെന്തോ കാര്യമുണ്ടെന്നുള്ളൊരു തോന്നൽ. സഹോദരങ്ങളെ, ദൈവികമായ ഇടപെടലും ദൈവ സാന്നിധ്യവും നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഈ നിഷ്കളങ്കത വേണം. നിഷ്കളങ്കത എന്നത് വിശ്വാസത്തിൻ്റെ നിഷ്കളങ്കത വേണം. ശുദ്ധ മനസാക്ഷി വേണം. എന്നാലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. നമ്മൾ അതിബുദ്ധിയിലേക്ക് പോയാൽ നമുക്കൊരു കാര്യവും മനസ്സിലാവില്ല. അമിതമായി നമ്മൾ ചിന്തിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. പ്രത്യേകിച്ചും ദൈവിക കാര്യങ്ങൾ മനസ്സിലാകില്ല. അതേസമയം ദൈവിക ഇടപെടലുകളാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മനസ്സ് നമ്മൾ തുറന്നു വയ്ക്കണം. എന്നിട്ട് ഈശോയോട് നമ്മൾ പറയണം, ഈശോയെ, എൻ്റെ നിഷ്കളങ്ക മനസ്സിലാണ് ഞാനിത് സ്വീകരിക്കുന്നത്. എൻ്റെ നിർമ്മല മനസാക്ഷിയിലാണ് ഞാനിത് സ്വീകരിക്കുന്നത്. എൻ്റെ വിശ്വാസം കോംപ്ലിക്കേറ്റ്, ചിലർ പറയാറില്ലേ സിമ്പിൾ ഫെയ്ത്ത്, ബാക്കിയുള്ളവരുടെ കോംപ്ലിക്കേറ്റഡ് ഫെയ്ത്ത്. ചിലരങ്ങനെ തമാശ പറയാറുണ്ട്. സിമ്പിൾ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? നിഷ്കളങ്കമായ വിശ്വാസം, നിർമ്മലമായ വിശ്വാസം. ഒരാൾ നമ്മളോട് പറയുകയാണ് ദൈവത്തിൻ്റെ കാര്യത്തിൽ, സത്യദൈവത്തിൻ്റെ കാര്യത്തിൽ കേട്ടോ, മറ്റ് കാര്യങ്ങൾ വിട്ടേരെ, സത്യദൈവം ഈശോയുടെ നാമത്തിൽ ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അത് അതുപോലെ നിഷ്കളങ്കമായി വിശ്വസിക്കാനുള്ള ഒരു ഹൃദയത്തുറവി, ഒരു ആത്മത്തുറവി, അതിനെയാണ് ഈശോ ഇവിടെ പ്രത്യേകമായിട്ടും എടുത്തു പറയുന്നത്. എന്നിട്ട് ഈശോയോടെ പറയുകയാണ്, ഈ 2 പേർക്ക്, ഈ വിധവയ്ക്കും, സറപ്തായിലെ ഈ വിധവയ്ക്കും അതുപോലെ തന്നെ ഈ നാമാനുമുണ്ടായിരുന്ന പ്രത്യേക സവിശേഷമായ സ്വഭാവം വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും വേണം എന്നാണ് ഈശോ പറയുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ ഒരു ദൈവിക കാര്യം കേട്ടാൽ നമ്മുടെ മനസ്സ് എത്രമാത്രം നിഷ്കളങ്കമായത് സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ബൈബിൾ വായിക്കാമെന്ന് കൂട്ടിക്കോ. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു കാര്യം നമ്മൾ കേട്ടു, അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് തുറന്ന് നമുക്കത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? അതെയോ അങ്ങനെയൊക്കെയാണോ, ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ സംഭവിക്കുമോ, അങ്ങനെയാണോ നമ്മുടെ ചിന്ത? നമ്മൾ ഈ സംഭവം, അതായത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൻ്റെ 16 മുതലുള്ള തിരുവചനങ്ങളാണ് ഞാൻ ഹ്രസ്വമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ട് കുറച്ച് വചനങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. അത് 25 മുതലുള്ള വചനങ്ങളാണ് വായിച്ച് കേൾപ്പിച്ചത്. തുടർന്ന് ഈശോ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഇതാണ് ആ ജനത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ കാണേണ്ടത്. ആ ജനം എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഭൂരിപക്ഷം ജനത്തിൻ്റെ കൂട്ടിക്കോ. അത് 28 മുതൽ തിരുവചനങ്ങളാണ്, 28, 29 തിരുവചനങ്ങൾ. ഇവിടെ പറയുകയാണ്, ഇത് കേട്ടപ്പോൾ ഈശോ ഇങ്ങനെ ഈ 2 പേരുടെ കാര്യം, അതായത് ഈ വിധവയുടെയും നാമാൻ്റെയും കാര്യം എടുത്തു പറഞ്ഞു. അത് പറഞ്ഞ് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സിനഗോഗ് അവിടെ ഈശോയുടെ വചനം കേൾക്കാൻ വേണ്ടി വന്നിരുന്ന, അന്നത്തെ ആ വ്യാഖ്യാനം കേൾക്കാൻ വന്നിരുന്ന എല്ലാവർക്കും മനസ്സിൽ അസ്വസ്ഥതയുണ്ടായി. അസ്വസ്ഥത മാത്രമല്ല, ഇവിടെ പറയുകയാണ്, ഇത് കേട്ടപ്പോൾ സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. അവർക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. എന്നിട്ട് പറയുകയാണ്, അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്തിരുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ നോക്കിയേ, ഈശോയെ ഒരു രീതിയിൽ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു മനസ്സായിരുന്നു അവരുടേത്. തൊട്ടു മുമ്പ് ഈശോ വായിച്ചത് എന്താ? ഇത് ഞാനാണ് യേശയ്യാ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്ന ആ വ്യക്തി, ആ ദൈവ വ്യക്തി. ഞാനാണ് ബന്ധിതർക്ക് മോചനവും രോഗികൾക്ക് സൗഖ്യവും ഒക്കെ നൽകാൻ അയക്കപ്പെട്ടവൻ. ഞാനാണ് ക്രിസ്തു അഥവാ മിശിഹ. ഇതാണ് ഈശോ പറഞ്ഞത്. പക്ഷേ ഇതവരുടെ മനസ്സങ്ങ് സ്വീകരിച്ചില്ല. ഇവർക്കത് സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈശോ ഈ 2 ഉദാഹരണങ്ങൾ പറഞ്ഞത്. പലപ്പോഴും സഹോദരങ്ങളെ, നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ദൈവിക കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഇടപെടലുകളെ കാണുമ്പോൾ
വിശുദ്ധ വചനം നമ്മൾ വായിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ള ഒരു തിന്മയുടെ മനോഭാവമാണ്, ഇതൊക്കെ ശരിയാണോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഇതങ്ങനെയാണെങ്കിൽ എന്താ, ഇങ്ങനെ ആയിക്കൂടായിയുണ്ടോ, അതിൻ്റെ സൈക്കോളജി ഇതാണെങ്കിലോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഊടും പാവും വലിച്ചു കീറി അന്വേഷിച്ച് അതെന്താണ് ശരിയോ തെറ്റോ ഇങ്ങനെയൊരു മനോഭാവത്തിലേക്ക് വരുമ്പോൾ നിഷ്കളങ്ക വിശ്വാസിയുടെ ഹൃദയത്തിലും ജീവിതത്തിലും ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റാതെ വരും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലരുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ നോക്കിക്കോ, എന്തെല്ലാം അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. അത് ധ്യാനകേന്ദ്രത്തിൽ പോയിട്ട് തന്നെ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. അനുദിന ജീവിതത്തിൽ അവരുടെ അനുദിന പ്രാർത്ഥനയിൽ അവരെത്രയോ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു, എത്രയോ അത്ഭുതങ്ങൾ കാണുന്നു. എന്തുകൊണ്ടാണ്? അവരുടെയൊക്കെ മനോഭാവം എന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കമാണ്. ഒരുപക്ഷെ ഇത് കേട്ടിരിക്കുന്ന നമ്മുടെയൊക്കെ മനോഭാവം ഈ നിഷ്കളങ്കമായിരിക്കാം. പക്ഷേ ഈശോ ഈ വചന ശ്രവണത്തിൻ്റെ സമയത്ത്, ഈ ധ്യാനത്തിൻ്റെ സമയത്ത് ആവശ്യപ്പെടുന്നൊരു കാര്യം, ഒന്നാമതായി നമ്മളുടെ മനസ്സെങ്ങനെയാണ്, നമ്മുടെ ബുദ്ധിയിലാണോ നമ്മൾ വിശ്വാസത്തെ കൊണ്ടു നടക്കുന്നത്, അതെയോ നമ്മളുടെ നിഷ്കളങ്കമായ ഒരു ആത്മാവിലാണോ നമ്മൾ വിശ്വാസം സ്വീകരിക്കുന്നത്? ഇതൊന്നും നമ്മളൊന്ന് പരിശോധന ചെയ്യണം. അങ്ങനെ പരിശോധിച്ചതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഇത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മൾക്ക് നിഷ്കളങ്കമായൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് നിഷ്കളങ്കമായ വിശ്വാസം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ ഈശോയോട് നിരന്തരമായി പ്രാർത്ഥിക്കണം, കർത്താവെ ഞങ്ങളുടെ വിശ്വാസം അങ്ങ് നിഷ്കളങ്കമാക്കി തരണം. ഇവിടെ വിശുദ്ധ വചനത്തിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ ഒരു വചനമുണ്ട്. 5-ാമത്തെ അധ്യായത്തിൽ ഈശോ അവിടെ ഒരു വചനപ്രഘോഷണം നടത്തി, അവിടെയുള്ള ആ ഒരു ബോട്ടിൽ കയറി ഇരുന്നിട്ട് വചനപ്രഘോഷണം നടത്തി. അതിനുശേഷം പറയുകയാണ്, കുറച്ചും കൂടെ നീക്കിയിട്ട് ഇന്ന സ്ഥലത്തേക്ക് വലയിറക്കുക. അത് പറഞ്ഞപ്പോൾ പത്രോസ് ലീഹ അവിടെ ഉണ്ട്. പത്രോസ് ലീഹയോടാണ് ഈ പറയുന്നത്. പത്രോസിൻ്റെ ബോട്ടിലാണ് ഈശോ കയറിയിരിക്കുന്നത്. പത്രോസ് ലീഹയോട് പറയുകയാണ്, നീ അവിടെ ഇന്ന സ്ഥലത്ത് വലയിറക്കിയാൽ എനിക്ക് മീൻ കിട്ടും. അപ്പോൾ പത്രോസ് ലീഹ പറയുകയാണ്, കർത്താവെ രാത്രി മുഴുവൻ അധ്വാനിച്ചതാ. 19 വയസ്സായി പത്രോസ് ലീഹയ്ക്ക്. കുറേ കാലമായി കടലിൽ അധ്വാനിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് പിന്നെ പകൽ കിട്ടാൻ പോകുന്നില്ല. എന്നിട്ടും അദ്ദേഹം പറയുന്നൊരു വചനമുണ്ട് ഇവിടെ, വിശുദ്ധ ലൂക്ക 5:5. ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചു, എന്നിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. നോക്കിക്കേ, ഞങ്ങളുടെ ബുദ്ധി, ഞങ്ങളുടെ അറിവ്, ഞങ്ങളുടെ അനുഭവം വേറൊന്നാണ്. ഞങ്ങൾ അതുപ്രകാരം പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ഈ പകൽ സമയത്ത് മീൻ പിടിക്കാനൊന്നും പറ്റില്ല, ഒരു മീനും കിട്ടാൻ പോകുന്നില്ല, രാത്രി കിട്ടാത്തതാണ്. പക്ഷെ എങ്കിലും അങ്ങ് പറഞ്ഞതുകൊണ്ട് ഈശോയുടെ വചനപ്രകാരം ഞാനത് ചെയ്യാം. അപ്പോൾ നോക്കിയേ, ഈശോയുടെ വചനം വിശ്വസിച്ചത് കൊണ്ടാണ് അവിടെ അനുഗ്രഹം ഉണ്ടായത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ 1-ാമത്തെ അധ്യായം, അവിടെ പരിശുദ്ധ കന്യകാമാതാവിനെ കുറിച്ച് എലിസബത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. 45-ാമത്തെ തിരുവചനം, വിശുദ്ധ ലൂക്ക 1:45. ഇവിടെ പറയുകയാണ്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പരിശുദ്ധ കന്യകാമാതാവിന് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിറവേറുമെന്ന് വിശ്വസിക്കുവാൻ മാനുഷികമായി യാതൊരു ന്യായവുമില്ലായിരുന്നു. എന്താ? അവിടെ മാലാഖ വന്ന് പറഞ്ഞു, നീ ഗർഭം ധരിക്കും, ശിശുവിനെ പ്രസവിക്കും. ന്യായമായൊരു ചോദ്യം തിരിച്ചു വന്നു. അതെങ്ങനെയാ? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അത് കേട്ട് തൊട്ട് പിന്നാലെ എന്താ മാലാഖ പറഞ്ഞത്? മാലാഖ പറഞ്ഞു, അതിനെക്കുറിച്ച് നീ അധികം വിഷമിക്കണ്ട, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, അപ്പോൾ ഇതെല്ലാം സാധ്യമാകും. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും എന്ന് പറഞ്ഞ നിമിഷം പരിശുദ്ധ കന്യകാമാതാവിനെ നിഷ്കളങ്കമായ വിശ്വാസത്തിൽ പരിശുദ്ധ അമ്മ സ്വീകരിച്ചു. അവൾക്ക് ചിന്തിക്കാമായിരുന്നു, അല്ലേ, നമ്മൾ ചിലപ്പോൾ വിളിക്കാറുണ്ട്, ഭയങ്കര എളിമയിൽ പറയുക, എളിമയാണ്, എനിക്കിതൊന്നും സ്വീകരിക്കാനുള്ള കൃപകൾ സ്വീകരിക്കാൻ എനിക്ക് യോഗ്യതയില്ല. ചിലർ എളിമപ്പെടുന്നത് അങ്ങനെയാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവം വച്ചു നേടുന്ന കൃപകൾ നമ്മൾ സ്വീകരിക്കണം. അവിടെ നമ്മൾ എളിമ എന്ന് പറഞ്ഞ് അഹങ്കാരം കാണിക്കരുത്. അതെനിക്ക് വേണ്ടെന്ന് പറയുന്ന അഹങ്കാരമാണ്. അതിന് ഞാൻ യോഗ്യയല്ലെന്ന് പറയുന്നത് അത് നമ്മുടെ ധിക്കാരത്തിൻ്റെ ഒരു ഭാഗമായി മാറരുത്. ശ്രദ്ധിക്കണം. ഇവിടെ ഈശോ മാതാവ് പറയുന്നത് എന്താ? പരിശുദ്ധ അമ്മ പറയുകയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി.
ഇതാ കർത്താവിൻ്റെ ദാസി. പ്രിയ സഹോദരങ്ങൾ, അത് നോക്കി, എളിമപ്പെട്ടു, നിഷ്കളങ്കമായി. അത്രമാത്രം ഒരു ദൈവിക ഇടപെടൽ എന്നിലേക്ക് വരുന്നെങ്കിൽ ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ്. ഇതാണ് അവളെ അനുഗ്രഹീതയാക്കി മാറ്റിയത്. സഹോദരങ്ങളെ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലുള്ള 5-ാമത്തെ അധ്യായത്തിലൊരു സംഭവം ഉണ്ടല്ലോ. രക്തസ്രാവക്കാരിയായ സ്ത്രീ, ധാരാളം നമ്മൾ കേട്ടിട്ടുള്ളതാ. അവൾ എന്താ ചെയ്തത്? അവൾ വിശ്വസിച്ചു. അവൾ ഈശോയെക്കുറിച്ച് കേട്ടു. അവൾ പലയിടത്തും പോയതാ. അവൾക്ക് കയ്യിലുണ്ടായിരുന്ന പണവും തീർന്നു, ആരോഗ്യം മോശമായി, രോഗം വർദ്ധിച്ചു. പക്ഷെ എന്താ ചെയ്തത്? അവൾ ഈശോയെക്കുറിച്ച് കേട്ടപ്പോൾ അവൾ വിശ്വസിച്ചു. ഓക്കെ, എൻ്റെ ഈശോയ്ക്ക് ഇത് ചെയ്യാൻ പറ്റും, ഞാൻ അവൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ മതി, സുഖപ്രാപിക്കും. സഹോദരങ്ങളെ, നിഷ്കളങ്കമായ വിശ്വാസം നമ്മുടെ ഹൃദയത്തിനുണ്ടായിരിക്കേണ്ടത് എപ്പോഴും നിഷ്കളങ്കമായ വിശ്വാസമാണ്. നമ്മുടെ ഹൃദയം നിഷ്കളങ്കമായി വിശ്വസിച്ച് ബുദ്ധിയിലും ചിന്തയിലും ആലോചനയിലും ഗവേഷണത്തിലും പോകാതിരുന്നാൽ നമുക്ക് ദൈവ അനുഭവം ഉണ്ടാവും, ദൈവിക ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തെ നിഷ്കളങ്കമാക്കണം, ഞങ്ങളുടെ ബുദ്ധിയെ അങ്ങ് നിഷ്കളങ്കമാക്കണം, ഞങ്ങളുടെ ബുദ്ധിയിൽ അങ്ങ് ജ്ഞാനം നിറയ്ക്കണം. നിഷ്കളങ്കമായി വിശ്വസിക്കുവാൻ, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും, കർത്താവിൻ്റെ കാര്യങ്ങളിൽ കർത്താവിന് നമ്മളോട് പ്രത്യേക കരുതലുണ്ട് എന്ന് വിശ്വസിക്കാനുള്ള കൃപ തരണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആവേ മരിയ.